ഹായ് ഹലോ എല്ലാവർക്കും സരിതേച്ചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുക എന്ന് വിചാരിക്കുകയാണ്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു പ്ലാവിൻ്റെ തൈയും ഒരു മാവിൻ്റെ തൈയും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കുഴിച്ചിടണം. അതിൻ്റെ ഒക്കെ ഉള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ ആയിട്ട് അങ്ങനെ ഒരു ഈ ഇപ്പോഴുള്ള കുള്ളൻ പ്ലാവില്ലേ അത് വാങ്ങണമെന്ന് വിചാരിക്കണം. അപ്പോൾ അത് ചെറിയ സ്ഥലത്തായാലും വെച്ച് കഴിഞ്ഞാൽ ശല്യമില്ലാതെ നമുക്ക് വളർത്തിയിട്ട് അതിനെ അതിന് നമുക്ക് എപ്പോഴും ചക്ക കിട്ടുമെന്നൊക്കെ പറയണ കേൾക്കാണ്ട് കേട്ടോ. അപ്പോൾ ചിലരൊക്കെ അങ്ങനെ വീഡിയോകളൊക്കെ ഇടുന്നുണ്ട്. ചക്ക കിട്ടാത്ത സമയത്ത് അവർ ചക്കയുടെ ഇതുമെന്ന് പൊട്ടിക്കണതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടപ്പോൾ ഒരു ആഗ്രഹം തോന്നിയിട്ട് ഇങ്ങനത്തെ ഒരു പ്ലാവ് വയ്ക്കാം. നമ്മുടെ വീട്ടിൽ വലിയ ഉയരം പോകുന്ന പ്ലാവ് ഉണ്ട്, എന്നാലും ഇങ്ങനത്തെ ഒരെണ്ണം വാങ്ങി വെക്കണം എന്ന് വിചാരിച്ചിട്ട് കുറേ ആയിട്ടാണ്. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു ചെറിയ ചെടിയൊക്കെ വെച്ചിട്ടുള്ള ഒരു കടയിൽ ചെടിയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. ചെറുതായിട്ടൊരു സെറ്റപ്പാണ്. അപ്പോൾ അവർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു മൂവാണ്ടൻ്റെ മാവും തൈയും അതുപോലെ ഒരു പ്ലാവും തൈയും കൊണ്ടുവന്ന് തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അങ്ങനെ കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ചെറിയ സ്ഥലത്തായാലും നമുക്ക് അത്യാവശ്യം ചക്കയൊക്കെ ഉണ്ടാവും എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് കേട്ടോ അത് വെക്കണത്. അപ്പോൾ ചിലവർ പറയുന്നുണ്ട് ഇത് വെച്ചിട്ട് ആ പറയുന്ന പോലെയൊന്നും ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടാവണില്ല, ഇത് ഉണങ്ങി പോവുകയാണ്, അല്ലെങ്കിൽ ഇത് കൊള്ളി പോലെ ഇങ്ങനെ നീണ്ടു പോയിട്ട് ഇങ്ങനെ അതിൻ്റെ മുകളിൽ കൊമ്പും ചില്ലൊക്കെ ആരോഗ്യമില്ലാത്ത പോലെയാണ് ഉണ്ടാവണമെന്നൊക്കെ പറയണൊക്കെ കേൾക്കാണ്ട്. അപ്പോൾ പിന്നെ പലരും പല രീതിയിലാണല്ലോ ഓരോ സാധനങ്ങളെ നമ്മൾ കെയർ ചെയ്യണത്. അതിനനുസരിച്ച് ഇരിക്കുന്നുണ്ടാവും ചിലപ്പോൾ എന്ന് ഞാൻ വിചാരിക്കണു. അപ്പോൾ എന്നാലും ഞാൻ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. നമ്മൾ വെച്ച് നോക്കിയിട്ട് നമുക്ക് അറിഞ്ഞെങ്കിലല്ലേ കാര്യമുള്ളൂ. അപ്പോൾ ഒരു മാവിൻ്റെ തൈയും മൂവാണ്ടൻ മാവിൻ്റെ തൈയും ഒരു പ്ലാവിൻ്റെ തൈയും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് അധികം വലിയ വിലയൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടൊക്കെയാണ് കേട്ടോ ഈ പൈസ വാങ്ങണത്. അപ്പോൾ ഇത് എനിക്ക് രണ്ടും കൂടിയിട്ട് ഒരു 400-450 ഉറുപ്പ്യയിൽ 2 തൈയും കൂടിയിട്ട് കിട്ടിയിട്ടാണ്. അങ്ങനെയാണ് ഞാൻ വാങ്ങിച്ചത്. പല സ്ഥലത്തും പല വില പറയണത് കേൾക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു പറ്റിയ സ്ഥലം നോക്കി എന്നും ഏട്ടൻ പറയും കേട്ടോ ഞാൻ കുഴിച്ചിടാന്ന് പറഞ്ഞിട്ട് വെച്ചിരുന്നിട്ട് പറ്റിയുണ്ടായിരുന്നില്ല എത്രയും ദിവസമായിട്ട്. ഏട്ടൻ എന്ന് വന്നാലും ഓരോന്ന് പറഞ്ഞിട്ട് ഒന്നെങ്കിൽ ഇവിടെ കിടന്നുറങ്ങും, അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ കുന്നംകുളത്തേക്ക് പോയിട്ട് വരാൻ നേരം വഴുകും. അങ്ങനെയൊക്കെ ആയിട്ട് എന്നും ഇത് ഇവിടെ ഇരിക്കല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇത് നമുക്ക് തന്നെ കുഴിച്ചിടാന്ന് പറഞ്ഞിട്ട് ഞാനും അമ്മയും കൂടിയിട്ട് അതിന് മെനക്കെട്ടതാട്ടോ. അപ്പോൾ മോളും ഉണ്ട്. അപ്പോൾ ഈ ഞങ്ങൾ 3 കൂടിയിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരു സ്ഥലം നോക്കിയിട്ട് നല്ല വെയിലൊക്കെ വേണ്ട, അപ്പോൾ അങ്ങനെ ഒരു സ്ഥലം ഇതുള്ളൂ. അപ്പോൾ അവിടെ ഒരു ചെമ്പരത്തി നിൽക്കുന്നുണ്ട്. അതിൻ്റെ പടർപ്പ് കാരണം കൊണ്ടാണ് അവിടെ തീരെ വെയിലില്ലാത്തത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പ്ലാവ് കുഴിച്ചിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ചെമ്പരത്തി വെട്ടാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാനും അമ്മ ഇരിക്കണത്. അപ്പോൾ കുറേ അമ്മ കുഴിച്ചു, പിന്നെ ഞാനും കുഴിച്ചു. ഇത്തിരി മണ്ണ് ഉറപ്പുള്ള മണ്ണാണ്, എന്നാൽ പിന്നെ കല്ലൊന്നല്ല, ഉറപ്പുണ്ട്. ഒരു ചരൽ പോലത്തെ ഒരു സംഭവമായ കാരണം കൊണ്ട് നമ്മൾ കൊത്തുമ്പോൾ നമ്മുടെ ആയുധം ഒരു എന്താ പറയുക കനം കുറവായത് കൊണ്ടേ അവിടെ പെട്ടെന്ന് കുഴിയണില്ല. അങ്ങനെ ഞങ്ങൾ 2 മാറി മാറി കളച്ചിട്ടൊക്കെ കുഴിച്ചെടുത്തു കേട്ടോ ഒരു വിധം. അപ്പോൾ അങ്ങനെ ഇത് വെക്കുമ്പോൾ ആദ്യം അതിൻ്റെ ഒരു 1.5 അടി ആഴത്തിലാണ് കേട്ടോ കുഴി എടുത്തത്. അപ്പോൾ ആ നിൽക്കുന്ന അതിൻ്റെ പ്ലാസ്റ്റിക് ബാഗ് ഉണ്ടല്ലോ, ആ നിൽക്കണ ആ പ്ലാവ് ഇപ്പം നിൽക്കുന്ന ആ ബാഗ്, അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെയാണ് കേട്ടോ കുഴി എടുത്തുള്ളൂ. കാരണം അതിൻ്റെ ഈ കടഭാഗം അധികം അങ്ങോട്ട് അടിയിലേക്ക് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആ കുഴിയിൽ ഇത്തിരി ഉറപ്പുള്ള മണ്ണായതുകൊണ്ട് ഞാൻ കുറച്ച് എന്താ പറയുക ചകിരിച്ചോറും ചാണകപ്പൊടി കുറച്ച് കൂടുതലെടുത്തു, എല്ലുപൊടി, അതുപോലെ ഈ ചകിരി കമ്പോസ്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് വേപ്പും പിണ്ണാക്കൊക്കെ കൂടിയിട്ട് അങ്ങോട്ട് കൂട്ടി ഇളക്കി അടിയിലിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഒരു നമ്മുടെ മണ്ണ് അങ്ങനത്തെ ഒരു മണ്ണാണ്. വെള്ളമായി കഴിഞ്ഞാൽ അങ്ങനെ കുഴമ്പ് പോലെ ആവണ ഒരു മണ്ണാണ്. അപ്പോൾ ആദ്യം തന്നെ അത് ചളി പിടിച്ച് നാശമായി പോകണ്ട വെച്ചിട്ട് അപ്പോൾ ഞാൻ കുഴിയിൽ ആദ്യം തന്നെ കുറച്ച് മുട്ടത്തൊണ്ട് പൊടിച്ചത് കുറേ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് ആദ്യം കൊട്ടി കൊടുത്തു കേട്ടോ. ഇനി വല്ല
അടിയിൽ വല്ല എന്തെങ്കിലുമൊക്കെ കേട് വരണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് ഇട്ട് കൊടുത്തു. അപ്പം ഞങ്ങൾ ഇങ്ങനെ മാറി മാറിയിട്ട് മൂന്നാളും അതിൽ ആദ്യമുള്ള വളക്കൂട്ട് ഞങ്ങൾ മൂന്നാളും കൂടിയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. മാറി മാറിയിട്ടൊക്കെ എല്ലാവരും കൂടി വെക്കുകയാണല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് മൂന്നാളും കൂടിയിട്ട് ഇട്ടു കിട്ടുക അതിൻ്റെ അടിവളം. അപ്പം അടിവളം ഇട്ടിട്ട് ഒന്ന് പരത്തി കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കാണ് കേട്ടോ ഞാനിത് വെച്ചത്. കാരണം അടിയിലത്തെ മണ്ണ് കുറച്ച് ഇളക്കമുള്ളതായിക്കോട്ടെ. പിന്നെ നമ്മൾ സൈഡിൽ ഇറക്കി കൊടുക്കുന്ന മണ്ണ് ഞാൻ വേറൊരു ടബിൽ ആദ്യം ഈ കൈത അത് വെച്ചിട്ട് ഒരു ടബ് മുകളിൽ ഇരുന്നോടുന്നു. ആ മണ്ണ് ഞാനിങ്ങോട്ട് ഇറക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അത് നല്ല പദമുള്ള നല്ല മണ്ണാണ്. അതിൽ ഞാൻ നല്ലോണം ചാണകപ്പൊടിയും പച്ചില കമ്പോസ്റ്റൊക്കെ ചേർത്തിട്ടുള്ള ഒരു കൂട്ടായിരുന്നു അത്. അപ്പം അത് അങ്ങനെ തന്നെ ഇങ്ങോട്ട് ഇറക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അത് സൈഡിൽ ഇറക്കി കൊടുക്കാമെന്നാണ് വിചാരിക്കണത്. അപ്പം നമ്മുടെ പറമ്പിലത്തെ ആ മണ്ണ് ഇട്ട് അധികം അങ്ങോട്ട് ടൈറ്റായിട്ട് ഇരിക്കില്ലല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ കവറ് മുറിച്ചെടുത്തിട്ട് ഇത് വെക്കാന്ന് പറയുന്നത് ഇത്തിരി ശ്രമകരമായിട്ടുള്ള പണിയാണ് കേട്ടോ. കാരണം നല്ല വെയിറ്റ് ഉണ്ട് അതെടുത്ത് പൊക്കാനായിട്ട് കേട്ടോ. അപ്പം ഞാൻ രാവിലെ വെള്ളം ഒഴിച്ചിട്ടില്ല. കാരണം ഇത് ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലേക്ക് വെക്കുമ്പോൾ അതിൻ്റെ വേരൊക്കെ ആകെ കേടായി പോകണ്ടെന്ന് വെച്ചാൽ ചിലർ ഇതാകെ ഇതിൻ്റെ മൂട്ടിലുള്ള മണ്ണൊക്കെ ഇളക്കി കളഞ്ഞിട്ടൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വെക്കണ്ടെന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. കാരണം ഇത് ഇങ്ങനെ തന്നെ വെച്ചെടുക്കുക. അടിയിൽ കൂടെ നോക്കുമ്പോൾ അതിൻ്റെ വേര് ഇങ്ങനെ പുറത്തേക്ക് നന്നായി വന്നിട്ടുണ്ട് ഈ കവറിൻ്റെ ഉള്ളിൽ കൂടെ. അപ്പോൾ പിന്നെ നമ്മൾ ആ വേര് നമ്മുടെ ഈ മണ്ണിലേക്ക് അങ്ങോട്ട് പോയിക്കോളും. പിന്നെ വെറുതെ അതിൻ്റെ മണ്ണൊന്നും ഇളക്കി വെറുതെ വേരൊന്നും കേടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊന്നും ഇളക്കിയില്ല കേട്ടോ. അത് കാരണം കൊണ്ട് തന്നെ വെള്ളം ഇത്തിരി ഒഴിക്കാതെ വെച്ചിട്ട് അതൊന്ന് കട്ടയായിട്ട് തന്നെ ഇറക്കി വയ്ക്കാൻ എളുപ്പമുണ്ടപ്പോഴേ അത് കാരണം കൊണ്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇളക്കി മാറ്റിയിട്ട് അപ്പം അമ്മയും സഹായിച്ചു കേട്ടോ. അത് ആ കവർ ഇങ്ങോട്ട് ഒരാൾ പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് ഇറക്കി വെക്കാമല്ലോ. അപ്പം അങ്ങനെ അത് കവർ അമ്മയും കൂടിയിട്ട് ഞാനും കൂടിയിട്ടാണ് കേട്ടോ അത് മാറ്റിയിട്ട് ഇറക്കി വെച്ചത്. അപ്പോൾ വെച്ചപ്പോൾ കറക്റ്റാട്ടോ കുഴി. ആ പ്ലാവിൻ്റെ അടിഭാഗം ഇങ്ങനെ മുകളിലേക്ക് കാണുന്ന രീതിയിൽ തന്നെ നിൽക്കും. അത് കുഴിയിലേക്ക് ഇറങ്ങി അധികം പോവില്ല. അപ്പോൾ പിന്നെ അത് ഞാൻ അങ്ങനെ നോക്കി അളവൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ഞാൻ കുഴി എടുത്തത്. ഇനി നമ്മൾ കഷ്ടപ്പെട്ട് കുഴിച്ചിട്ട് കുഴി അധികം ആവണ്ടെന്ന് വിചാരിച്ചിട്ട്. കാരണം കുഴിഞ്ഞ് കിട്ടാൻ ഇത്തിരി പാടുണ്ട്. അപ്പോൾ വെറുതെ കളച്ചിങ്ങനെ കൊണ്ടുപോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുത്തു കേട്ടോ. നല്ല ഭംഗിയായിട്ട് ഇറക്കി ഒരു അരുക്കിലേക്ക് വെച്ചത് എന്താണെന്ന് വെച്ചാൽ പിന്നെ അത് പറുക്കിയെടുക്കുകയൊന്നും ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവരുത്. വല്ലതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ തടസ്സമാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങോട്ട് നന്നായി കയറ്റി വെച്ചത്. അവിടെ പാറ പോലെയുള്ള സ്ഥലമാണെങ്കിൽ ഇത് വെച്ച സ്ഥലത്ത് മണ്ണ് തന്നെയാണ് കേട്ടോ, പാറയൊന്നുമില്ല. അത് കാരണം കൊണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ വരുമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. നമ്മൾക്ക് അങ്ങനെയല്ല വിചാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇത് ഈ മണ്ണ് കണ്ടില്ലേ ഞാൻ മുകളിൽ ഇറക്കി കൊടുന്ന മണ്ണാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഇത് നല്ല സോഫ്റ്റാണ് മണ്ണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഇവിടെ ഇരിക്കുന്ന ഈ പിളക്കിയിട്ട മണ്ണില്ലേ കുഴിയുന്ന അതും കൂടിയിട്ട് കുറച്ച് കലർത്തിയിട്ട് സൈഡിലൊക്കെ ഇറക്കി കൊടുത്തു കേട്ടോ. ഇങ്ങനെ ആവുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ചളി കെട്ടില്ലല്ലോ. ഇത് എൻ്റെ ഈ മണ്ണ് എന്ന് പറയണത് ഒരുപാട് ചകിരിച്ചോറും നെല്ലും തൊണ്ടൊക്കെ ഇട്ടാൽ മാത്രം തന്നെയാണ് കേട്ടോ ലൂസാവുള്ളൂ. അപ്പം അത് കാരണം അല്ലെങ്കിൽ ഇറുകി പോയിട്ട് നാശമാവും. അപ്പം അതാണ് കേട്ടോ. അപ്പം സൈഡിലൊക്കെ ആ മണ്ണും ഇറക്കി കൊടുത്തു. അപ്പോൾ ഒരു വായു കിട്ടുമല്ലോ. പിന്നെ ഞാൻ ചവറിട്ടില്ല കേട്ടോ. കാരണം എനിക്ക് ഇവിടെ ഉറുമ്പ് വരുന്ന ചെതൽ വരുന്ന ഒരു സംഭവമുണ്ട്. അപ്പം ഞാൻ എന്താ പറയുക നമ്മുടെ കരിയില എന്ന് പറയുന്ന സംഭവമില്ല, അതിനെയാണ് കേട്ടോ നമ്മൾ ഈ ചവറ് എന്ന് പറയുന്നത്. അത് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. അത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചെതൽ വന്നിട്ട് ഇതിന് വല്ല കേട് വന്ന് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എന്നിട്ട് പിന്നെ നമ്മുടെ ആ മുകളിൽ ഈ കുഴിയിൽ നിന്ന് കിട്ടിയ മണ്ണ് തന്നെ അങ്ങോട്ട് ഇറക്കി കൊടുത്തു കേട്ടോ. ഒരു ചെറിയ കുഴി കുത്തിയപ്പോൾ തന്നെ എന്തോരം മണ്ണാണ്. അങ്ങനത്തെ ഒരു സ്ഥലമാട്ടോ ഇത്, ഒരുപാട് മണ്ണുണ്ട്. അപ്പോൾ അതങ്ങോട്ട് ഇറക്കി കൊടുത്തു. അപ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. പ്ലാവ് ഇങ്ങനെ കുഴിച്ചിട്ടപ്പോൾ തന്നെ ഇങ്ങനെ ഇറക്കി വെച്ചപ്പോൾ തന്നെ നല്ല ആശ്വാസമായി. അത് ഇങ്ങനെ ഒരാഴ്ച 2 ആഴ്ച അങ്ങനെ എനിക്കത് ആ കവറിൽ ഇരിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും നമ്മൾ വല്ല വടിയെടുത്ത് അങ്ങോട്ട് ഇടുകയൊക്കെ ചെയ്താൽ അതിൻ്റെ മുകളിലേക്ക് അങ്ങനെ വീണിട്ട് അത് ഒടിഞ്ഞു പോവുകയൊക്കെ ചെയ്ത സങ്കടമാവുകയും പിന്നെ വാങ്ങിക്കൊടുന്ന് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് കൊണ്ടുവച്ചിട്ട് പിന്നെ അത് നാശമാക്കി കളയാന്ന് പറയുമ്പോൾ
അപ്പോൾ ഇപ്പോൾ അത് എനിക്കൊരു ആശ്വാസമായിട്ട് അത് ആ കുഴിയിലേക്ക് ഇറക്കി വെച്ചപ്പോൾ തന്നെ ഏട്ടൻ എന്നും പറഞ്ഞിട്ട് പിന്നെ അത് മറക്കും. എന്നിട്ട് പിന്നെ പറയും, ഓർമ്മ വന്നു കഴിഞ്ഞാൽ പറയും, അയ്യോ ഇനിയിപ്പോൾ നേരമില്ല, ഇനിയിപ്പോൾ ഉച്ച തിരിഞ്ഞു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ മാറ്റി വയ്ക്കും. അപ്പോൾ ഇന്ന് ഞങ്ങളങ്ങോട്ട് ഉറപ്പിച്ചിട്ട് അത് അവിടെ അവിടെ സെറ്റാക്കി പ്ലാവും തൈ വെച്ച് കുഴിച്ചിട്ടു ഞങ്ങൾ കേട്ടോ. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് ഞാൻ കുറച്ച് കൊള്ളിയും സാധനങ്ങളൊക്കെ കുത്തിയിട്ടുണ്ട് കേട്ടോ. ചീര വിതച്ച് കൊടുത്തിട്ടുണ്ട്, കൊള്ളി കുത്തിയിട്ടുണ്ട്, ചീരയൊക്കെ മുറിക്കാറായിട്ട് നിൽക്കണമൊക്കെ ഉണ്ട്. അവിടെ ഒരു മുരിങ്ങ നിൽക്കുന്നുണ്ട്, ഒക്കെ സംഭവങ്ങൾ അതിൻ്റെ അപ്പുറത്തുണ്ട്. അത് ഞാനൊരു കൊപ്പ വെട്ടിയിട്ടുള്ള തടിയാണ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലാണ് മണ്ണ് നിറച്ച് വെക്കുന്നത്. അത് ഒലിച്ചു പോവിന് മഴ പെയ്ത് അപ്പോഴേക്കും അവിടെ ഇഷ്ടിക വാങ്ങി വെക്കണം കേട്ടോ. അപ്പം ഇങ്ങനെ മോള് നന്നായി നനച്ച് കൊടുക്കുക കേട്ടോ. ആദ്യമായിട്ട് വെച്ചതല്ല, പിന്നെ ഇന്ന് രാവിലെ വെള്ളം ഒഴിച്ചിട്ടില്ല. അപ്പം ഇത്തിരി തോനെ വെള്ളം ഒഴിച്ചോളാൻ പറഞ്ഞു ഞാൻ മോളോട്. അപ്പം മോള് ആ ഒരു പാത്രം വെള്ളം മുഴുവൻ ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ പ്ലാവും തൈ അങ്ങനെ ഭംഗിയായിട്ടുണ്ട്. ഇനി ഒരു മാവിൻ്റെ തൈയുണ്ട് നടാനായിട്ട്. അപ്പം അത് നടണേക്കാട്ടും മുന്നേ ഇപ്പുറത്തുള്ള ചെമ്പരത്തി വെട്ടാന്ന് വിചാരിച്ചിട്ടാണ്. ആ ചെമ്പരത്തിയുടെ താഴെ കണ്ടിട്ടാണ് പിന്നെ ഇത് വെക്കേണ്ടത്. അപ്പോൾ ഇത് കുഴിച്ചിട്ടിട്ട് പിന്നെ അത് വെട്ടുമ്പോൾ ആകെ നാശാവില്ലേ തൈ. വല്ല ചവിട്ടി ഒടിക്കുക അങ്ങനെ ചെയ്യ വെച്ചിട്ട് ഞാൻ ഇതൊക്കെ വെട്ടി മുറിക്കാൻ നിന്നു കേട്ടോ. കൈയൊക്കെ വേദന എടുത്തിട്ട് വെട്ടുകത്തി പൊട്ടയിട്ടേ നല്ല വെട്ടുകത്തിയില്ല, ഈ പിടി പോയതൊക്കെയാണ്. അത് പിടിക്കാനും പറ്റണില്ല വെട്ടുമ്പോഴേ. അങ്ങനെ ഒരു വിധം അങ്ങോട്ട് ഒപ്പിച്ചു എന്ന് പറയാം, ഞാനും അമ്മയും കൂടിയിട്ട്. കടിച്ച് പറിക്കണ പോലെ എന്ന് പറഞ്ഞ പോലെയാണ് അത് വെട്ടിയുണ്ടാക്കിയത് കേട്ടോ. അപ്പം അതങ്ങനെ വെട്ടി ഒതുക്കി അവിടെ തന്നെ മടക്കി ഒടിച്ച് വെച്ചേക്കുക. ഇനി ഉണങ്ങുമ്പോൾ എടുത്തിട്ട് വല്ല വെള്ളം ചൂടാക്കുകയൊക്കെ ചെയ്താൽ അത് ഒഴിവാവുള്ളൂ കേട്ടോ അവിടുന്ന്. അങ്ങനെ അവിടെ വെയിൽ കിട്ടി കുറച്ച്. അത് കഴിഞ്ഞിട്ട് കണ്ട ഇവിടെ കുഴി എടുത്തിട്ട് നേരത്തെ നമ്മൾ പ്ലാവും തൈ നട്ട പോലെ തന്നെയാണ് ഇതും ചെയ്തത് കേട്ടോ. കമ്പോസ്റ്റും എല്ലാം ചേർത്തിട്ട് അടിവളം ഇട്ട് കൊടുത്തിട്ട് തന്നെയാണ് ഇതും നട്ടത്. അങ്ങനെ രണ്ടും കൂടിയിട്ട് അവിടെ 2 വശത്ത് സെറ്റാക്കിയിട്ടാ. ഇനി എനിക്ക് ഇങ്ങനത്തെ എന്താ പറയുക, ഒരു സപ്പോട്ടയുടെ തൈ മേടിക്കണം എന്നുണ്ട്, ഒരു പേരത്തൈയും മേടിക്കണം. അതൊക്കെ മേടിച്ചിട്ട് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സെറ്റാക്കാം. അത് ഡ്രമ്മിലെങ്കിലും വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇത് പിന്നെ ഡ്രമ്മിൽ വെക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അമ്മ, താഴെ തന്നെ നിന്നോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം ഇങ്ങനെ ചെയ്തത്. അപ്പോൾ രണ്ടും നമ്മളിങ്ങനെ നട്ട് കൊടുത്തു കേട്ടോ. നട്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. അത് രണ്ടും ഇങ്ങനെ നേർക്ക് നേരെ നിൽക്കണം. പിന്നെ ഇനി അടുത്ത പണി ഇവിടെ വൃത്തിയാക്കലായിരുന്നു. അപ്പം അതൊക്കെ വൃത്തിയാക്കിയിട്ടാ. അപ്പം അതൊക്കെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് എല്ലാം ചെയ്ത് വന്നപ്പോൾ കേട്ടോ. അപ്പോൾ നമ്മുടെ പ്ലാവും തൈ നടന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോകൾ വരുമ്പോഴൊക്കെ കാണുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ, സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോഴേക്കും നമ്മുടെ പ്ലാവും തൈയൊക്കെ ഒന്ന് പിടിച്ച് പുതിയ ഇലയൊക്കെ വന്ന് തുടങ്ങട്ടെ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ബായ്.